പരസ്യചിത്രത്തിലൂടെ ലോകത്തിന്റെ നെറുകയിലെത്തിയ സംവിധായകൻ വിനോദ് വിശ്വം നോയിഡയിൽ ഇന്റർനാഷണൽ പുരസ്കാരം ഏറ്റുവാങ്ങി. 12ാമത് നോയിഡ ഇന്റർനാഷണൽ ഫെസ്റ്റിവലിൽ ഹാപ്പി മൊമെന്റ്സ് എന്ന പരസ്യചിത്രത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. ഹൈദരാബാദിൽ നടന്ന ചടങ്ങിൽ വെച്ച ഫെസ്റ്റിവൽ ഡയറക്ടർ റാംബ്രൽ സിംഗിൽ നിന്നാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത്. ഇന്ത്യൻ വേൾഡ് സിനിമാ ഫോറവും നോയിഡ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലും സംയുക്തമായാണ് അവാർഡ് ചടങ്ങുകൾ നടത്തിയത്. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മുൻ പ്രൊഫസറും സംവിധായകനുമായ ശിവപ്രസാദിന്റെ അസിസ്റ്റന്റായി നിരവധി ഡോക്യുമെന്ററികളിലും സിനിമകളിലും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പൊറോട്ട് നാടക ആചാര്യനായിരുന്ന നല്ലേപ്പുള്ളി നാരായണനെക്കുറിച്ചുള്ള ചോദ്യക്കാരനായിരുന്നു വിനോദ് വിശ്വത്തിന്റെ ആദ്യ സംവിധാനമാരംഭം. ഗ്രാവിറ്റി ഫിലിം ഡിവിഷന്റെ ബാനറിൽ ബാബു പീറ്റർ നിർമ്മിച്ചതാണ് ഹാപ്പി മൊമെന്റ്സ് എന്ന പരസ്യചിത്രം. സൗത്ത് കൊറിയയിൽ നിന്നുള്ള സിനാങ് കിങ്, അർജന്റീനയിൽ നിന്നുള്ള മാർസലോ തുടങ്ങിയ അന്താരാഷ്ട്ര പ്രശസ്തരായ സംവിധായകരുടെ നേതൃത്വത്തിലുള്ള 12 രാജ്യങ്ങളിൽ നിന്നുള്ള ജൂറിമാരാണ് അവാർഡ് നിർണയം നടത്തിയത്. മുൻ റവന്യൂ മന്ത്രിയും കമ്മ്യൂണിസ്റ്റ് നേതാവുമായ കെ.ഇ. ഇസ്മയിലാണ് തന്നെ സിനിമയിലെത്താൻ കാരണമായതെന്ന് വിനോദ് വിശ്വം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തെ ആസ്പദമാക്കി റെഡ് സോൾജിയർ എന്ന ഡോക്യുഫിക്കേഷൻ ഒരുക്കുവാൻ നിയോഗമുണ്ടായി. പത്മശ്രീ മമ്മൂട്ടിയുടെ സാന്നിധ്യം ചിത്രത്തിലുണ്ടായിരുന്നു. മന്ത്രി എം.ബി. രാജേഷ് ആദ്യമായി നരേഷൻ നിർവഹിക്കുന്നതും ഈ ഡോക്യുഫിഷനിലൂടെയാണ്. തിരുവനന്തപുരം തെഹിൻ സ്റ്റാർ മീഡിയയുടെ മികച്ച പരസ്യചിത്രത്തിനുള്ള അവാർഡും ഹാപ്പി മൊമെന്റ്സ് നേടിയിരുന്നു. UTV ന്യൂസ്, പാലക്കാട്.